ഇന്ത്യൻ സൈക്കോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ചിത്തഭൂമിക എന്ന അറിവ്. ചിത്തഭൂമികകൾ. നമ്മുടെ മനസ്സിന് 5 തലങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും, നമ്മളിത് കേൾക്കുന്നതും കാണുകയും ചെയ്യുന്നവർ ഓരോരുത്തർക്കും മനസ്സിലാവും അവർ ഏത് തലത്തിൽ നിൽക്കുന്നു. 5 തലത്തിൽ ഒന്ന് ക്ഷിപ്തമാണ്. ക്ഷിപ്തം. 2 മൂഢം. 3 വിക്ഷിപ്തം. 4 ഏകാഗ്രം. 5 നിരുദ്ധം. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം എന്നീ 5 ചിത്തതലങ്ങളുണ്ട് നമുക്ക്. ഈ ക്ഷിപ്തത്തിൻ്റെ അവസ്ഥ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. പക്ഷെ അവരെ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാം. അവരുടെ കണ്ണുകൾ വളരെ ഫാസ്റ്റായിട്ട് ചലിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല. എപ്പോഴും അങ്ങ് ഡിസ്റ്റർബ്ഡാണ്. അവർ അടിയന്തരമായി ചികിത്സ ചെയ്യേണ്ടവരാണ്. ഈ ക്ഷിപ്തത്തിൻ്റെ പല തലങ്ങളുണ്ട്. ക്ഷിപ്തത്തിൽ തന്നെ പല തലങ്ങൾ. അതിൽ അടിയന്തരമായി ചികിത്സ ചെയ്യേണ്ടവരാണ്. ചിലർക്ക് അതിൻ്റെ നേരിയ തോതിലേ കാണത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം തീർച്ചയായും ഒരു നല്ല സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റിനെയോ കാണേണ്ടതാണ്. എന്നാൽ മൂഢാവസ്ഥ എന്ന് പറയുന്നത് ആദ്യത്തെ തലത്തിലുള്ള ആളിൻ്റെ പോലെ കലങ്ങി മറിഞ്ഞ മനസ്സൊന്നുമില്ല. അത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ചെയ്യും, പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ കൂടെ വേണം. ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റില്ല. കൂട്ടത്തോടെയൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്യാം, പക്ഷേ ഉറച്ചു നിൽക്കത്തില്ല. അത് കംപ്ലീറ്റ് ചെയ്യില്ല. ഇതാണ് മൂഢം. വിക്ഷിപ്തം എന്ന് പറയുന്ന അടുത്ത അവസ്ഥയാണ്. അത് ഒറ്റയ്ക്കായിക്കോട്ടെ, പഠിക്കാനാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് നന്നായിട്ട് പഠിക്കും. ജോലിയൊക്കെ ചെയ്യാനാണെങ്കിലും നന്നായി പഠിച്ച് ജോലിയൊക്കെ നേടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും. സാധാരണ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചിന്ത വരും, അവൻ എന്നെ പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു, അവൻ പഠിക്കാൻ മണ്ടനായിട്ട് തോറ്റു കിടന്നവനൊക്കെ ഇപ്പം അല്ല നെറ്റ്വർക്ക്, ഏതോ ഒരു നെറ്റ്വർക്ക് എന്നും പറഞ്ഞിട്ട് അവ ഇറങ്ങി, അവനിപ്പോൾ ലക്ഷങ്ങളാണ് വരുമാനം. ഞാനിപ്പോഴും സ്കൂട്ടറിലാണ് പോകുന്നത്, അവൻ കാറൊക്കെ എടുത്തിരിക്കുന്നത്, BMW ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതും കൂടെ ഒന്ന് ആലോചിച്ചുകൂടാ? അവനേക്കാളും ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നില്ലേ. അപ്പോഴാണ് ഈ നല്ല ജോലിയുടെ ഇടയ്ക്ക് അതും കൂടെ ചേർന്നിട്ട് തുടങ്ങും. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നന്നായി പഠിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നത്. അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇത് വിട്ട് അതിൻ്റെ ഇടയ്ക്ക്. ഇത് ഈ വിക്ഷിപ്തം നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, കുടുംബവും കാര്യമൊക്കെ നല്ലോ, പക്ഷേ ഇടയ്ക്ക്. 4ാമത്തെ തലം ഏകാഗ്രം എന്ന് പറയും. അവരാണ് എല്ലാം വളരെ പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നതും അച്ചീവ് ചെയ്യും. അവർ ജോലി നേടും, നല്ല കുടുംബവും കാര്യങ്ങളും, നന്നായി പഠിപ്പിക്കും. അവരുടെ വാക്കുകളൊക്കെ കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ ഒത്തുകൂടും. ഇതൊക്കെ ചെയ്യുന്നവരാണ് ഏകാഗ്രം. 4ാമത്തെ തലം. 5ാമത്തെ തലമുണ്ട് നിരുദ്ധം എന്ന് പറയുന്ന അവസ്ഥ. ഈ 4ാമത്തെ തലത്തിലുള്ളവൻ പഠിപ്പിക്കുന്നത് ആ വിഷയം ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്, അത് കണ്ടെത്തിയത് അവനാണ്. അതായത് ചരിത്രത്തെ സൃഷ്ടിക്കുന്നവൻ അവനാണ്. അവനുണ്ടാക്കിയ ചരിത്രം കണ്ടെത്തലുകളാണ് മറ്റുള്ള ഏകാഗ്രത്തിലുള്ളവർ പഠിപ്പിക്കുന്നത്. ഈ 5 തലങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ടും ഉള്ളത് 3ാമത്തെ വിക്ഷിപ്തമാണ്. ഇതിനെയൊക്കെ ഈ തലമൊക്കെ പറയുന്നു. ചിലർ ചോദിക്കാം, ഇങ്ങനെയൊക്കെ കുറേ പ്രഭാഷണം കേൾക്കാറുണ്ട്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? ഇതെങ്ങനെ ഓരോരുത്തർക്ക് ആ തലത്തിലേക്ക് വരാം? തീർച്ചയായിട്ടും ഒന്ന് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പ്രാരബ്ധം, പൂർവജന്മ കർമ്മഫലങ്ങൾ, അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ ഉണ്ടാവണം. സാധനകൾ,
ഏത് മേഖലയിലാണ് അച്ചീവ് ചെയ്യേണ്ടത്, ആ മേഖലയിൽ ആചാര്യന്മാർ, അതിൽ അറിവുകൾ നേടിയ, അതിൽ മിടുക്കരായ ഗുരുക്കന്മാരുടെ സേവനങ്ങൾ, ആ സഹായങ്ങൾ അത് തേടി അതിനനുസരിച്ചുള്ള സാധനകൾ ചെയ്യണം. ഈ സാധനങ്ങളിലൂടെ ഇത് മുന്നോട്ട് പോകും. ഇതിനകത്തൊക്കെ ഞാൻ പലരോടും പറയാറുണ്ട്, എൻ്റെ മേഖല ആധ്യാത്മികവും ചികിത്സയൊക്കെ ആയതുകൊണ്ട് ഇതെല്ലാം ഞാനിവിടെ കൊടുക്കാറുണ്ട്. അതിനാണ് ചില മന്ത്രസാധനയൊക്കെ കൊടുക്കും പേഷ്യൻസിന്. പിന്നെ ചില ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിം അവരൊക്കെ വരുന്നവർക്ക് ഇതൊന്നും പറ്റില്ല. അവർക്ക് അവരുടെ സഭയും അവരുടെ മതത്തിൽ തന്നെ ഇതിന് പകരം പലതുമുണ്ട്, അത് ചെയ്യാൻ പറയും. കാര്യം ഒരാളും അതിനുവേണ്ടി വേറൊരു മതത്തിലുള്ളത് സ്വീകരിക്കേണ്ട. അതാത് മതങ്ങളിൽ, എല്ലാ മതത്തിലും ഇതിനുള്ള പരിഹാരങ്ങളും ഒക്കെ നിർദ്ദേശിക്കുന്നുണ്ട്, അത് ചെയ്യുക. ഇങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നത്. ചിലർക്ക് ഈ പ്രണവം, ഓംകാരമൊക്കെ ചെയ്യേണ്ടുന്ന ചില ക്രിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇപ്പം ക്രിസ്ത്യനോ മുസ്ലിമോ ഒക്കെ ആണെങ്കിൽ വേണ്ട, നിങ്ങൾ ഓം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് മതത്തിന് വിരുദ്ധമാണെങ്കിൽ ആമേൻ, ആമീൻ അതൊക്കെ ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. കാര്യം ആരുടെയും മതത്തിന് ദോഷം വരാത്ത രീതിയിൽ ഇത് ചെയ്തു പോകാൻ കഴിയും. പക്ഷെ ആത്യന്തികമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചു വരുമ്പോൾ ഇപ്പം അങ്ങ് ഗവേഷണം ചെയ്യുന്നത് ആധ്യാത്മികതയല്ല. ആധ്യാത്മികതയെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ട്. അങ്ങ് ഗവേഷണം ചെയ്തത് അതിനുള്ളിൽ ആത്മീയതയിലേക്കാണ് കിടക്കുന്നത്. കാര്യം അതേപോലെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവരും അതിലേക്ക് എത്തിച്ചേരും. പക്ഷേ എല്ലാവരും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ, പുരാണങ്ങളും സപ്താഹത്തിൽ കിടക്കുകയാണ്. അവർക്ക് ഈ ആത്മീയ തലത്തെ അറിവില്ല. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു മതപരിവർത്തനവും ഇവിടെ ഉണ്ടാവില്ല. ലോകം മുഴുവൻ സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ ഒന്നായി മാറും. പക്ഷെ അതാണ് പ്രചരിക്കേണ്ടത്. പക്ഷെ അതിനുവേണ്ടി ആദ്യം പരിവർത്തനം ഉണ്ടാക്കേണ്ടതാരാണ്? ഈ സനാതന ധർമ്മത്തിനകത്തുള്ളവരാണ് അത് മാറേണ്ടത്. ഈ പരിവർത്തനം കണ്ടാണ് മറ്റുള്ളവർ ചെയ്യേണ്ടത്, അല്ലേ? അതെ, നമ്മളിൽ ഇല്ലാത്തൊരു കാര്യം നമുക്ക് പകരാൻ പറ്റില്ല, അതിന് ജീവൻ ഉണ്ടാകത്തില്ല. തീർച്ചയായും അത് വളരെ ശരിയാണ്. എന്തായാലും അങ്ങയുടെ ഈ അന്വേഷണത്തിന് തുടർന്നും എല്ലാ കാര്യങ്ങളിലും എനിക്ക് കഴിയുന്നിടത്തോളം എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. മഹാദേവൻ അതിനുള്ള ശക്തിയും ധൈര്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.